നമ്മുടെ സമ്പത്ത് അല്ലെങ്കിൽ നമ്മുടെ പൈസ മോഷ്ടിക്കുന്ന ഒരു കള്ളനുണ്ട് നമ്മുടെ എല്ലാ ലൈഫിലും. നമ്മളറിയാതെ നമ്മളെ പിന്തുടർന്ന് നമ്മുടെ പൈസ മോഷ്ടിച്ചുകൊണ്ടിരിക്കുക. ആരാണെന്ന് ഒരു ചെറിയ സംശയമില്ലേ? വേറെ ആരും തന്നെയല്ല, ഇൻഫ്ലേഷനാണ്. ഇൻഫ്ലേഷൻ എന്താണെന്നറിയാമോ? ഒരു മണി പ്രോസസ്സാണ്. അതായത് നമ്മുടെ പൈസയുടെ മൂല്യം കുറയുകയും സാധന സേവനങ്ങളുടെ വില കൂടുകയും ചെയ്യുന്ന ഒരു എക്കണോമിക് പ്രോസസ്സാണ് ഇൻഫ്ലേഷൻ. അപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മളൊരു വീട് വയ്ക്കുമ്പോൾ ഒരു 15 വർഷത്തിന് മുമ്പ് ഒരു വീട് വയ്ക്കാൻ വേണ്ടത്, ഒരു 2000 സ്ക്വയർ ഫീറ്റ് വീടിന് വേണ്ടത് ഒരു 20-25 ലക്ഷം രൂപ മതിയായിരുന്നു. പക്ഷേ ഇപ്പം നമ്മൾ പ്രസൻ്റ്ലി ഒരു 2000 സ്ക്വയർ ഫീറ്റ് വീട് വയ്ക്കണമെങ്കിൽ കൃത്യമായി പറഞ്ഞാൽ ഒരു 70-75 ലക്ഷം രൂപ വേണം. ശരിയല്ലേ? അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മുടെ പൈസയുടെ മൂല്യം ഡേ ബൈ ഡേ കുറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിൽ നിന്ന് നമുക്ക് കൃത്യമായ പരിരക്ഷ വേണമെങ്കിൽ നമ്മൾ വളരെ സെലക്റ്റീവായിട്ട് ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന, ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ ഇപ്പം 6% ഉണ്ട്, അതിനെ ബീറ്റ് ചെയ്യാൻ പറ്റുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടെത്തണം. അപ്പോൾ അത് ഏതൊക്കെയാണെന്നറിയാമോ? ഒരു ബെസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മളുടെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു പരിധിവരെ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാനുള്ള റിട്ടേൺ തരുന്നുണ്ട്. ഷെയർസിൽ ഇൻവെസ്റ്റ്മെൻറ്റ്, ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാൻ പറ്റുന്ന റിട്ടേൺ തരുന്നുണ്ട്. ഗോൾഡിലെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാൻ പറ്റുന്ന റിട്ടേൺ തരുന്നുണ്ട്. പിന്നെ നമ്മളുടെ ലാൻഡ്, റിയൽ എസ്റ്റേറ്റും ഒക്കെ തന്നെ സെലക്റ്റീവായിട്ട് നോക്കി ഇൻവെസ്റ്റ് ചെയ്താൽ ഒരു പരിധി വരെ അതും എന്ത് ചെയ്യുന്നു? ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ കൃത്യമായിട്ടും പ്ലാൻ ചെയ്യേണ്ടത് എന്താണ്? ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചൂസ് ചെയ്യുമ്പം ഒരിക്കലും FD ഇടരുത് എന്നല്ല പറയുന്നത്, FDയും ഇടണം. അതിനോടൊപ്പം തന്നെ ആ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാൻ റിട്ടേൺ കിട്ടുന്ന ഇൻവെസ്റ്റ്മെൻറ്റിലും കൂടി നമ്മൾ ചെറിയ അലോക്കേഷൻ കൊടുക്കുക തന്നെ വേണം. എങ്കിൽ മാത്രമേ ഭാവിയിൽ നമ്മൾ സേവ് ചെയ്യുന്ന പൈസയ്ക്ക് കൃത്യമായ ഒരു പ്രകടമായ ഗ്രോത്ത് റേറ്റ് കിട്ടത്തുള്ളൂ.